ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സ്വന്തം ഭർത്താവ് സുഖമില്ലാതെ കിടക്കുമ്പോ സിസ്റ്ററിന് വിശക്കില്ല മാഡം. യാമിനി, ഈ നിൽക്കുന്നത് ആരാണെന്ന് നിനക്ക് മനസ്സിലായോ? ശേഖരൻ സാറ് വരുന്നുണ്ട്. ചെറിയച്ഛൻ ഇതുവരെ അമ്മയെ മനസ്സിലായിട്ടില്ലല്ലോ? ഇല്ല. നമുക്ക് ശേഖരൻ സാറിനോടും യാമിനി മാഡത്തിനോടും നുണ പറയണ്ട. പറയരുത്. അവര് വളരെ നല്ലവരാ. അല്ലെങ്കിൽ തന്നെ അവരോട് സത്യം മറച്ചു വെക്കുന്ന എന്തിന്? നമ്മളൊക്കെ ഒരു ടീമല്ലേ? ഈ സിസ്റ്റർ അമ്മയാണെന്ന് അറിയുമ്പോഴേ ശേഖരൻ സാറ് വണ്ടർ അടിച്ച് നിന്ന് പോകും. ഏട്ടന്റെ ഈ കിടപ്പ് കാണ്ടെന്ന് കരുതി ഈ മുറിയുടെ വാതിൽക്കലർ വന്നിട്ട് ഞാൻ തിരികെ പോകും. യാമിനിക്കും വലിയ സങ്കടമാ. അവക്ക് സ്വന്തം അച്ഛന്റെ സ്ഥാനത്തായിരുന്നു ഏട്ടൻ. എനിക്കും അങ്ങനെ തന്നെ. നിങ്ങൾക്ക് രണ്ടുപേർക്കും അച്ഛന്റെ സ്ഥാനത്ത് വർമ്മ സാർ ആയിരുന്നെങ്കിൽ അമ്മയുടെ സ്ഥാനത്ത് ആരായിരുന്നു? അംബിക മേഡം ആയിരുന്നോ? ഛേ, എന്താ രാജു ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ഓർമ്മ വെച്ചപ്പോ ഞങ്ങളുടെ അമ്മ കൂടെയില്ലായിരുന്നു. ഞാനെന്നും എന്റെ അമ്മയുടെ സ്ഥാനത്ത് കണ്ടത് എന്റെ ഏട്ടത്തിയ, പത്മേടത്തിയെ. സംശയിക്കേണ്ട ശേഖരൻ സാറേ, ആ അമ്മ തന്നെയാ ഈ നിൽക്കുന്നത്. ചെറിച്ച, ഇത് സിസ്റ്റർ പവിത്രയല്ല, പത്മാവതി വർമ്മയാ. ശേഖര, എടുത്തി എന്നെ പത്മേടത്തി. എടുത്തി. അയ്യോ, ശേഖര, എഴുന്നേക്ക്. കരയരുത്. നീ എന്ത് തെറ്റിയതിട്ട് ഇങ്ങനെ കരയുന്ന? ഞാൻ കരഞ്ഞത് എന്റെ സന്തോഷം നിയന്ത്രിക്കാനാവാത്തത് കൊണ്ടാ. കാലിൽ വീണത് ഏട്ടൻ ഏട്ടത്തിയോട് ചെയ്ത തെറ്റിന് മാപ്പ് ചോദിക്കാനാ. എല്ലാം മറന്ന് എന്റെ ഏട്ടത്തി വന്നല്ലോ. സന്തോഷമായ ഏട്ടത്തി. എന്റെ ഏട്ടന് ഇനി ആയുസുണ്ട്. ഏട്ടന്റെ കഷ്ടകാലങ്ങളെല്ലാം മാറും. ഏട്ടത്തിയോട് ഏട്ടൻ പിണങ്ങിയ സമയത്ത് ഞാനിവിടെ ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ തമ്മിൽ പിരിയാൻ ഞാൻ അനുവദിക്കില്ലായിരുന്നു. നീ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങളെ പിരിയുമായിരുന്നു ശേഖര. ഞങ്ങളെ തമ്മിൽ പിരിക്കേണ്ടത് അംബികയുടെ ആവശ്യമായിരുന്നു. ഇപ്പൊ അവള് മന്ത്രി കൂടിയല്ലേ. ഇതെന്താ, ആർക്കും വിശപ്പൊന്നുമില്ലേ? സിസ്റ്റർക്കും വിശപ്പില്ലേ? സ്വന്തം ഭർത്താവ് സുഖമില്ലാതെ കിടക്കുമ്പോ സിസ്റ്ററിന് വിശക്കില്ല മാഡം. യാമിനി, ഈ നിൽക്കുന്നത് ആരാണെന്ന് നിനക്ക് മനസ്സിലായോ? എടുത്തില്ലേ? പത്മയുടെ
പത്മയെടുത്തി നേരിൽ കണ്ടിട്ടില്ലാത്ത ശേരടൻ ദേവിയെ പോലെ കാണുന്ന ഞങ്ങളുടെ പത്മയെടുത്തി. എന്റെ ദൈവമേ, ഞാൻ നിന്നോട് എങ്ങനെ നന്ദി പറയാ? ഏടത്തി പേടിക്കണ്ട. എന്റെ ചേച്ചി എന്ന മൃഗവും അവരുടെ വൃത്തികെട്ട മകനും ഉടനെയൊന്നും വരില്ല. മന്ത്രിയല്ലേ, കട്ടുമുടിക്കാനുള്ള തുടക്കമല്ലേ. കൂടെ ഒത്തിരി ഫ്രോഡുകളും ഉണ്ട്. ഉടനെയൊന്നും വരില്ല. എന്റെ അമ്മ പ്രസവിച്ചത് അവരെയും. പക്ഷെ പറയാതിരിക്കാൻ തരവില്ലല്ലോ. പോട്ടെ ശേഖര, ഇതൊക്കെ എനിക്ക് വെച്ച വിധിയാ. ഞാൻ അനുഭവിക്കാനുള്ളത് ഞാൻ തന്നെ അനുഭവിച്ചല്ലേ പറ്റൂ. എന്തായാലും എനിക്ക് സന്തോഷമായി ഏട്ടത്തി. എന്റെ ഏട്ടനെ രക്ഷിക്കാൻ എല്ലാം പറഞ്ഞ ഏട്ടത്തി പിന്നെയും വന്നല്ലോ. ഏട്ടനെ സ്നേഹിക്കുന്നവരുടെ ഭാഗ്യം. ഏട്ടന് കുറെ നാൾ മുന്നേ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതിന്റെ ട്രീറ്റ്മെന്റിലായിരുന്നു ഏട്ടൻ. എന്താ ഹെൽത്ത് ഇഷ്യൂസ്? അത് ആരും അറിയാതെ, ആരോടും പറയാതെ ഏട്ടൻ കൊണ്ടു കിടക്കുകയായിരുന്നു. ഒടുവിൽ ദൈവമായിട്ട് എന്നെ അത് ബോധ്യപ്പെടുത്തി തന്നു. എന്താ ശേഖര, എല്ലാം എന്നോട് തുറന്നു പറയേ. എന്റെ ദൈവമേ, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത്? ഞാൻ പറഞ്ഞ സത്യം ഏട്ടത്തി. എന്തായാലും ഒരു ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. ഇങ്ങനൊരു ആപത്തുണ്ടായതുകൊണ്ട് അതും നടന്നു. മരണത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ടായിരുന്നു ഏട്ടൻ നടന്നിരുന്നത്. ആരോടും പറയാതെ മരണത്തിന് കീഴടങ്ങാനായിരുന്നു മനസ്സിലെ ഉദ്ദേശം. അതേതായാലും ദൈവം അനുവദിച്ചില്ല. ഒരിക്കൽ എന്നോട് ഏട്ടൻ പത്മയിടത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഏട്ടന്റെ മനസ്സ് മാറണമെന്നും ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു. എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പായി. ഏട്ടത്തി തിരികെ വന്നതോടെ ഏട്ടന്റെ അസുഖം മാത്രമല്ല, കഷ്ടകാലവും മാറും. ഞാനിപ്പോ ഒരു ഹോം നേഴ്സ് മാത്രം ശേഖര. പ്രതാപേട്ടന്റെ മകളെ പ്രസവിച്ച ഭാര്യയല്ല, വെറും ഹോം നേഴ്സ്. രോഗിയുടെ രോഗം മാറുന്നതോടെ ഞാൻ തിരികെ പോവും.